ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ പ്രമുഖ ക്രൈസ്തവ കേന്ദ്രമായ അങ്കാവിയിൽ ഇറാന്റെ ഡ്രോൺ റോക്കറ്റ് ആക്രമണം. എർബിൽ കൽദായ കത്തോലിക്ക അതിരൂപതയുടെ കീഴിലുള്ള ബ്ലെസ്ഡ് മൈക്കിൾ മഗവിനി ഫ്ളാറ്റ് സമുച്ചയത്തിനും മഠത്തിനും ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇറാഖിലെ ക്രൈസ്തവ കേന്ദ്രത്തിനു നേരെ ഇറാൻ ആക്രമണമുണ്ടായത്. 12 വർഷം മുൻപ് ISIS ഭീകരരുടെ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്യേണ്ടി വന്ന ക്രൈസ്തവ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി നൈറ്റ്സ് ഓഫ് കൊളംബസ് എന്ന സംഘടനയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ഈ ഫ്ളാറ്റ് സമുച്ചയം. ഒരിക്കൽ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയവർക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായത് വലിയ ആശങ്കകൾക്കും ഭീതിക്കും കാരണമായിരിക്കുകയാണ്. ആക്രമണങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് വേദനാജനകമാണെന്ന് സഭാധികൃതർ വേദനയോടെ പ്രതികരിച്ചു. ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും താമസക്കാർക്കോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായി. ഉടൻ തന്നെ സുരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് ടീമുകളും സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. യുദ്ധവും സംഘർഷങ്ങളും നിഷ്കളങ്കരായ ജനങ്ങളുടെ ജീവിതത്തെ വീണ്ടും തകർക്കുകയാണ്. ദൈവം എല്ലാവരെയും ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കട്ടെ എന്നും രാജ്യത്ത് സമാധാനം നിലനിൽക്കട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും അതിരൂപത അറിയിച്ചു. പീഡിപ്പിക്കപ്പെടുന്ന ഇറാഖിലെ ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടി ലോകം ഒന്നടങ്കം പ്രാർത്ഥിക്കണമെന്നും സഭാ നേതൃത്വം അഭ്യർത്ഥിച്ചു. മേഖലയിലെ സുരക്ഷാ സാഹചര്യം വഷളാകുന്ന പശ്ചാത്തലത്തിൽ ക്രൈസ്തവ കുടുംബങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്.